കേരള വികസനം ഇടതുപക്ഷ മാതൃക എന്ന മുദ്രാവാക്യമുയർത്തി സിപിഐ പിറവം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വീട്ടുമുറ്റ സദസ്സ് സിപിഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും പ്രഭാഷകനുമായ വി.കെ. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ കലാരംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. കേരള വികസനം ഇടതുപക്ഷ മാതൃക എന്ന മുദ്രാവാക്യമുയർത്തി സിപിഐ പിറവം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിറവം തോട്ടഭാഗത്ത് സംഘടിപ്പിച്ച വീട്ടുമുറ്റ സദസ്സ് സിപിഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും പ്രഭാഷകനുമായ വി.കെ. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കുറെ ആളുകൾ ഇരിക്കുന്നത് കാണുമ്പോൾ ഇതൊരു സാംസ്കാരിക പ്രതിരോധമാണ്. കേരളത്തിലെ വീട്ടുമുറ്റങ്ങൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതിന്റെ കാരണം രാഷ്ട്രീയം പറയാത്തൊന്നുമല്ല, വീട്ടുമുറ്റത്ത് ഒത്തുകൂടാത്തതാണ്. മുറ്റത്തും വരാന്തയും ആഴുമില്ല, അടഞ്ഞ വാതിലുകൾ. തെരുവുകളിൽ വെറുതെ ഇരുന്നിട്ട് രാഷ്ട്രീയ കാര്യങ്ങളും ലോകകാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു പണ്ട്. എൻ്റെ നാട്ടിലൊക്കെ അത്തരം ചർച്ചകളിലൂടെ ഉയർന്നു വന്ന വാക്കുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ശരീരങ്ങൾ ഒത്തുചേർന്നിട്ടാണ് കൃഷി ഉണ്ടായത്, മനസ്സുകൾ ഒത്തുചേർന്നിട്ടാണ് രാഷ്ട്രമുണ്ടായത്. രാഷ്ട്രം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ശരീരങ്ങളുടെ ഹാജരല്ല, എണ്ണം തകർക്കലല്ല, ഗണപരമായ വർധനവല്ല, ഗുണപരമായ വർധനവ. അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് എല്ലാ മേഖലകളിലും, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലെല്ലാം ഒട്ടേറെ അഴിമതിരഹിതമായി സുതാര്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി. ഗവൺമെൻറ് ആശുപത്രി എന്തായിരുന്നു എന്ന് നമുക്കറിയാം. 5 വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് തുടങ്ങുമ്പോൾ നമ്മുടെ ഭാരത് നിലയം സിനിമയെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു ആ ഹോസ്പിറ്റൽ എന്നുണ്ടെങ്കിൽ ഇന്ന് ആ ഹോസ്പിറ്റൽ ഏതൊരു ഹോസ്പിറ്റലിനെയും സ്വകാര്യ ആശുപത്രിയെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ നമുക്ക് ആശുപത്രിയെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം നമ്മുടെ ആയുർവേദ ആശുപത്രിയാണ്. ആയുർവേദ ആശുപത്രിയിൽ ഇന്ന് മധുരമാതൃകത്തിന്റെ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആശുപത്രിക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ആയുർവേദ ആശുപത്രിയിലേക്ക് ഒത്തിരി ആളുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെയും മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സബ് സെന്ററുകൾ, നമുക്ക് ഒട്ടേറെ സബ് സെന്ററുകൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷകർക്ക് 50% സബ്സിഡി നെൽകർഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നു. സിപിഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻസൺ വി പോൾ, AIYF ജില്ലാ സെക്രട്ടറി KR റെനീഷ്, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു, CN സദാമണി, KC തങ്കച്ചൻ, അനന്തു വേണുഗോപാൽ, രാജീവ് പോൾ, ഡോക്ടർ സഞ്ജിനി പ്രതീഷ്, അഖിൽ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, നഗരസഭയുടെ തന്നെ ചെയർപേഴ്സൺ ആയതിനു ശേഷം നിരവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നഗരസഭയിൽ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4.5 വർഷമായിട്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും നടത്താനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഭിമാനത്തോടു കൂടി അത് പറയാൻ കഴിയും. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ആരോഗ്യ മേഖലയിൽ നഗരസഭ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണെങ്കിലും നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന ഒരു മുഖച്ഛായയല്ല നമ്മുടെ താലൂക്ക് ആശുപത്രിക്ക് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, മറ്റ് സ്വകാര്യ ആശുപത്രിയെ വെല്ലുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ സേവനത്തിലാണെങ്കിലും മറ്റ് ലാബിൻ്റെ സൗകര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 അർബൻ വെൽനസ് സെന്ററുകൾ നമുക്ക് കക്കാടും അതുപോലെ തന്നെ കോട്ടപ്പുറത്തും 2 അർബൻ വെൽനസ് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് ഒരു ഡോക്ടറുടെയും നഴ്സിന്റെയും ഫാർമസിസ്റ്റിന്റെയും ലാബ് ടെക്നീഷ്യന്റെ അടക്കം സൗകര്യമുള്ള 2 അർബൻ വെൽനസ് സെന്ററുകളാണ്. അതിനകത്തൊരു 5 രൂപ പോലും ഒരു OP ടിക്കറ്റിന് പോലും കൊടുക്കേണ്ടതായിട്ട് നമുക്കില്ല. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, കലാകായിക രംഗത്ത് മികവ് തെളിയിച്ചവർ, മാധ്യമപ്രവർത്തകർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പിറവം. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.